എനിക്കൊപ്പം രണ്ട് പേർ ചേരുകയാണ്. അവരെ എടുത്ത് പറഞ്ഞിട്ടേ നമുക്ക് ഇന്ന് പോകാൻ പറ്റൂ. ആദ്യത്തെ ട്രിപ്പിൾ സ്വർണം ഈ ട്രാക്കിൽ നിന്ന് നേടിയ വേഗറാണി ഫസൽ ഹക്ക്. രണ്ട് പേരും നാവാമുകുന്ദയാണ് കേട്ടോ. ഫസൽ ഹഡിൽസിൽ സ്വർണം നേടി 100 മീറ്ററിലും 200 മീറ്ററിലും വെള്ളി മെഡലായിരുന്നു. ആണെങ്കിൽ പങ്കെടുത്ത ഇനങ്ങളിലൊക്കെ ഗോൾഡ് നേടി എന്നുള്ളതാണ്. അപ്പോൾ സ്വർണവും വെള്ളിയും കൊണ്ട് നാവാമുകുന്ദയുടെ അക്കൗണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത രണ്ട് താരങ്ങളാണ്. ആദിത്യയിലേക്ക് ഒന്ന് പോവാണ്. ആദിത്യ മത്സരിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രവചിച്ചിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ വലിയ കോൺഫിഡൻസിലായിരുന്നു ഇത്തവണ ആദിത്യ ട്രിപ്പിൾ അടിക്കുന്നത് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ സ്കൂളിൽ നിന്ന് ഇതേ പ്രതീക്ഷ തന്നെയാണ് വന്നത്. എൻ്റെ കോച്ചസും പേരൻസും ഫ്രണ്ട്സും എല്ലാവരും തന്നെ ഇത്തവണത്തെ ട്രിപ്പിൾ എന്തായാലും അടിക്കണം. കാരണം എനിക്ക് കഴിഞ്ഞ 2 സ്കൂൾ സ്റ്റേറ്റ് ഇതുപോലെ തന്നെ ട്രിപ്പിൾ പ്രതീക്ഷ വന്നതാണ്. പക്ഷേ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനത്തെ കുറച്ച് മൈക്രോ സെക്കൻഡ് വ്യത്യാസങ്ങളിലൊക്കെയാണ് എൻ്റെ സെക്കൻഡൊക്കെ ആയത്. അപ്പോൾ ഇത്തവണ എന്തായാലും അത് തിരിച്ചു പിടിക്കണം. എൻ്റെ ലാസ്റ്റ് സ്കൂൾസാണ്, അതെന്തായാലും തിരിച്ചു പിടിക്കണം എന്നുള്ള ഉറപ്പോടുകൂടി തന്നെയായിരുന്നു ഞാൻ അവിടെ വന്നത്. ഓക്കെ, ഇന്നലെ 100 മീറ്ററിൽ അഡൽസിലൊക്കെ വലിയ ഡിഫറൻസ് വന്നു. പക്ഷെ ഇന്നലെ ജ്യോതി ഉപാധ്യായായിട്ട് ഒരു വലിയ നേരിയ വ്യത്യാസം, എന്താ പറയാ, സെക്കൻഡിന്റെ നേരെ 1 മൈക്രോ സെക്കൻഡിന് അല്ലേ? അപ്പൊ അത് എങ്ങനെ ഉണ്ടായിരുന്നു? ലാസ്റ്റ് ലാപ്പ് ഓടി കയറുന്നുണ്ടായിരുന്നു ജ്യോതി? ഇല്ല, ലാസ്റ്റ് എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ ഈ ഹഡിൽസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 200 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഒരു 30 മിനിറ്റ് ഞങ്ങൾ മടുത്തു. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഞാൻ വലിച്ച് ഓടുമ്പോൾ ജ്യോതിക്ക് അതിനുള്ള കപ്പാസിറ്റി കാര്യങ്ങൾ ജ്യോതി കയറി വരെ ഞാൻ ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ 24-ൽ ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അത് വളരെ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. എന്നാലും എനിക്ക് അങ്ങോട്ടേക്ക് ജ്യോതിൻ്റെ അങ്ങോട്ടേക്ക് ഫുള്ള് ക്യാമറ പോയപ്പോൾ എനിക്ക് ആകെ ഒരു ടെൻഷനായി. എന്നാലും എനിക്ക് അവിടെ കൊണ്ട് ഒരു 1% ഹോപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് തന്നെയാണ് ഫസ്റ്റ് എന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അത് തന്നെ സംഭവിച്ചു, എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടി. അപ്പോൾ ട്രിപ്പിൾ നേടി നിൽക്കുന്ന സമയത്ത് വീട്ടുകാരൊക്കെ എന്ത് പറയുന്നു? വലിയ പിന്തുണയല്ലേ? വീട്ടുകാരൊക്കെ വളരെ സന്തോഷമാവും. എല്ലാവരും പ്രതീക്ഷ വന്ന തന്നെ മെഡലാണ്. അവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. കാരണം അത് ഉറപ്പിച്ച് വന്ന മെഡൽ തന്നെ ആയതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ അത്ഭുതപ്പെടാനൊന്നുമില്ല. എല്ലാവരും വളരെ സന്തോഷം. ഉറപ്പിച്ച് വന്ന മെഡൽ ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ മെഡൽ ഉറപ്പിച്ച് വരിക എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് പോലെ. ഫസലും നമ്മളതാണ് കേട്ടോ. ഫസലും നമുക്ക് 100-ൽ 200-ൽ ഒന്ന് അതുലായിരുന്നു തൊട്ടുമില്ല അല്ലേ? ചാരമംഗൽ നിവേദായിരുന്നു. ശരിയാണ്, നിവേദ് കൃഷ്ണയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പക്ഷെ ഹാഡിൽസിൽ നമ്മൾ അങ്ങ് പിടിച്ചു. അത് നമ്മളെ ഐറ്റം ആണല്ലോ. എന്റെ മെയിൻ ഇവന്റ് ആണ് ഹഡിൽസിൽ. അതിൽ ഞാൻ റെക്കോർഡും പ്രതീക്ഷിച്ചു, അതേമാതിരി തന്നെ വന്ന് റെക്കോർഡും വീണു. അതിന്റെ നല്ല പെർഫോമൻസ് ഒക്കെ വന്നായിരുന്നു. 13.78 തന്നെ വന്നു. കഴിഞ്ഞ ജൂനിയർ സ്റ്റേറ്റ് ഇതേമാതിരി ഗോൾഡ് വന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു കോൺഫിഡൻസ് തരുന്ന 2 കോച്ചസും പിന്നെ എൻ്റെ പേരൻസും പിന്നെ ദൈവം തന്നെയാണ് എനിക്ക് ഇത്രയും നല്ല കോൺഫിഡൻസ് തരുന്നത്. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. പിന്നെ 100-ഉം 200-ഉം ഇങ്ങനെ ഒരു സൈഡ് ഇവന്റ് ആയിട്ട് എന്നാലും ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഗോൾഡ്. പക്ഷേ എൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്തു. പക്ഷെ അവർ എന്നെക്കാട്ടി ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓക്കെ, അപ്പം പിന്നെ ഈ നവാമുകുന്ദയുടെ ഒരു പിന്തുണ എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? നവാമുകുന്ദയുടെ പിന്തുണ എന്ന് പറയുമ്പോൾ നല്ലൊരു പിന്തുണ തന്നെയാണ്. ഞങ്ങൾക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ഇല്ല, പിന്നെ ഹഡിൽസ് ഇല്ല, ആ ഒരു പ്രശ്നം തന്നെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അതിലാണ് കുറച്ച് ഖേദിക്കുന്നത്. ട്രാവലൊക്കെ ചെയ്ത് 1 മണിക്കൂർ ട്രാവലൊക്കെ ചെയ്ത് പാലക്കാടും യൂണിവേഴ്സിറ്റിയൊക്കെ പോയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. സ്കൂളിലെ സപ്പോർട്ടൊക്കെ നല്ല സപ്പോർട്ടാണ്, കോച്ചസും എല്ലാവരും. ഓക്കെ, അതാണ്. അപ്പോൾ ആദ്യത്തെ എന്തായാലും ഗംഭീരമായിട്ട് ഇത്തവണത്തെ എന്തായാലും വ്യക്തിഗത ചാമ്പ്യൻ പട്ടത്തിലേക്ക് എന്തായാലും എത്താൻ പോവുകയാണല്ലോ. അതിന് മറ്റൊരു ഇത് ഉണ്ടാവില്ല. അപ്പോൾ ഇനി അടുത്ത തവണ എന്താണ് ലക്ഷ്യങ്ങൾ? സ്കൂൾ മീറ്റ് വിടുകയാണല്ലോ. സ്കൂൾ മീറ്റ് വിടാണ് ഇനിയിപ്പോൾ ഞാൻ 3 ഇവന്റ് ഫോക്കസ് ചെയ്യുന്നില്ല. സ്കൂൾ മീറ്റിന് വേണ്ടി മാത്രമാണ് ഞാൻ 3 ഇവന്റ് ചെയ്യാറ്. ഞാൻ എൻ്റെ ഹാർഡിൽ ഇവന്റ് തന്നെ ഫോക്കസ് ചെയ്ത് അതിലേക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കൂൾ അങ്ങനെ കാര്യങ്ങളിലേക്ക് പോവുക, എന്നിട്ട് അതിൽ ഫോക്കസ് ചെയ്യുക തന്നെയാണ് തീരുമാനം. ഓക്കെ, ഇനി മുന്നോട്ട് പോട്ടെ കേട്ടോ. നമ്മൾ ഒരുപാട് വേദികളിൽ കാണാൻ സാഹചര്യം വരട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. 2 പേർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഓക്കെ, ആദിത്യ, അജിയും ഫസലുൽ ഹക്കുമാണ് നമുക്കൊപ്പം ചേർന്ന്